السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. സ്നേഹ ആദരണീയരായ സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹിദുകളും മുഅ്മിനീങ്ങളുമായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു വിഷയമാണ് ഖുർആനിനെ അറിയുക എന്നുള്ളത്. ഖുർആൻ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമൊക്കെ താൽപ്പര്യമുണ്ടാക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മാനവരാശിയുടെ വിമോചനത്തിൻ്റെ അർത്ഥശാസ്ത്രമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത്. ഈ ഗ്രന്ഥം സത്യവിശ്വാസികൾക്ക് അത് മൗഇദത്താണ്, ശിഫയാണ്, ഹുദയാണ്, റഹ്മത്താണ്. എല്ലാം ഈ ഗ്രന്ഥത്തിൽ അല്ലാഹു ഒരുക്കി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇതിലൂടെ മാനവരാശിക്ക് യഥാർത്ഥ പാന്താവ് സർവശക്തനായ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഇത് അവൻ്റെ മാനവർക്ക്, അവൻ്റെ അടിമകൾക്ക് അവൻ അയച്ചിട്ടുള്ള ഒരു ലെറ്ററാണ്, അല്ലാഹുവിൻ്റെ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തെ, ഈ ലെറ്ററിനെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുസൽമാന്മാരും എല്ലാ മനുഷ്യന്മാരും വായിച്ചു നോക്കേണ്ട ഒരു ലെറ്ററാണിത്. നമ്മുടെ കയ്യിലേക്ക് ഒരു കത്ത് വന്നാൽ, ഒരു ഇല്ലൻ്റ് വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അത് കൊണ്ടുപോയി വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നവരല്ല നമ്മളും. ആര് എപ്പോൾ എന്തൊരു കത്ത് നമ്മൾക്ക് അയച്ചാലും ശരി, അത് ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പൊട്ടിച്ച് പൊളിച്ച് എന്താണതിൻ്റെ ഉള്ളടക്കമെന്നറിയുന്നവരാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് എങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ
അത് റിസാലത്തുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ഒരു റിസാലത്താണ്, സന്ദേശമാണ്, ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു നോക്കിയിട്ടില്ലാത്ത, വേണ്ടത്ര അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് മുസൽമാന്മാർ നമ്മൾക്കിടയിൽ ജീവിക്കുകയാണ്. നമ്മളൊക്കെ തന്നെയും പരിപൂർണമായും അത് വായിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടുള്ളവരായിരിക്കില്ല. വായിക്കുക എന്ന എൻ്റെ പ്രയോഗം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വായിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നതിനാണ് വായിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി അലൈക്കും യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഇഖ്റഉ, നിങ്ങൾ വായിക്കണമെന്നാണ്. അത് നാളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാനുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ ആ ഖുർആൻ വായിക്കണമെന്നാണ്. പക്ഷേ മുസ്ലിം സമൂഹം ഇന്നും ഏതാണ്ട് അത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓത്തും വായനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നെയെങ്കിലും ഖുർആനിനെ അവഗണിച്ചിട്ടുള്ള ആൾക്കാർ നേടിയെടുത്തു എങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ആശയം അവരിലേക്ക് പൂർണ്ണമായും എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു ലെറ്റർ വായിക്കുന്നത് പോലെ താല്പര്യത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നത് പോലെ ആ വരികൾക്കുള്ളിലും അതിൻ്റെ ഇടയിലും ഒക്കെ അന്തർലീനമായിട്ടുള്ള ആശയത്തെ മനസ്സിലാക്കി വിലയിരുത്തി അകക്കണ്ണുകൊണ്ട് നോക്കി വായിക്കേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പ്രവാചകനെയും ആ പ്രവാചകൻ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ മുഴുവനും, അതേ ഖിയാമം വരെയുള്ള എല്ലാ മനുഷ്യന്മാരെയും എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും, എല്ലാവിധ അസത്യത്തിൽ നിന്നും, എല്ലാവിധ അനീതിയിൽ നിന്നും, എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും ജനങ്ങളെ സത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ തീരങ്ങളിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക് നയിക്കുവാനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ സാങ്ഷനോടുകൂടി തന്നെയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാലും പലപ്പോഴും ആ ഉറപ്പ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു, ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന ആ ഒരു ദൃഢനിശ്ചയം നമ്മൾക്കെപ്പോഴും അനിവാര്യമാണ്. അതിൻ്റേതായ പവിത്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഖുർആനിൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊണ്ടോ അതല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മളത് വായിക്കാതെ കണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് നമ്മൾ ആ ഖുർആനിനെ കൈവിടുന്ന പക്ഷം അള്ളാഹുവിൻ്റെ കോടതിയിൽ പടച്ചറബ് അവൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എത്തുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് കൈ ചൂണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മൾ മനസ്സിലാക്കിയതായിരിക്കും. അല്ലാഹുവേ, നിന്റെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വിളി കേൾക്കാതെ ഇതിനെ കൈവെടിഞ്ഞവരാണ് ഈ സമൂഹമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹസ്തം എൻ്റെയും നിങ്ങളുടെയും നേർക്ക് നീണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് ആ ഖുർആനിൻ്റെ സദസ്സിനെ ഈ പരിശുദ്ധ റമളാനിൻ്റെ എല്ലാ ദിനരാത്രങ്ങളിലും, എല്ലാം നമ്മുടെയൊക്കെ മരണം വരെ ആ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക്, അതിൻ്റെ ഈരടികൾക്ക്, അതിൻ്റെ ആയാത്തുകൾക്ക് അതിൻ്റേതായ വാല്യൂ കൽപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഇത് നമ്മളെ ഉയർത്താനുള്ളതാണ്, നമ്മളെ